ഹായ് ഓൾ, ഞാനിന്ന് ഈ ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. 2 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ മെഷർമെൻറ്റ്സ് അനുസരിച്ച് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ അവിടെ ഞാൻ വേറെ ഷേപ്സ് ഒന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ആ സെയിം ഷേപ്പ് തന്നെ വെച്ചേക്കാനാണ്. അപ്പോൾ ഒരു സ്ക്വയർ നെക്ക് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ സെയിം മെഷർമെൻറ്റ്സിലെടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ സ്കേർട്ട് പോർഷൻ ഒരു ബോക്സ് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ മുമ്പ് അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം ഈ പട്ടിൻ്റെ ക്ലോത്തിൽ ബോക്സ് പ്ലീറ്റ് എടുക്കുന്നത്. ആ ബോക്സ് പ്ലീറ്റ് എടുത്തിട്ട് അതിനെയാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്, യോക്ക് പോർഷനിലേക്ക്. ഡയറക്റ്റ് 2 സൈഡും ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് 2 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ കിട്ടും. 2 പോർഷനും അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ലീവ്സിൻ്റെ ഏരിയയിൽ ഓപ്പൺ ആയിട്ടിരിക്കും. ആ ഭാഗത്ത് നമ്മൾ ഒരു നീളത്തിലുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്ക് ഷോൾഡറും സ്ലീവ്സിൻ്റെ പോർഷനും കംപ്ലീറ്റ് നമുക്ക് റൗണ്ട് ചെയ്തിങ്ങനെ എടുക്കാൻ പാകത്തിനുള്ള നീളത്തിൽ എടുക്കുക. ഒരു 8 ഇഞ്ചൊക്കെ മിനിമം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ ആ യോക്ക് പോർഷനിലേക്ക് ഒരു എൻഡ് അറ്റാച്ച് ചെയ്യുക. അതിന് തിരിച്ച് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് ബാക്കിലുള്ള സ്ലീവ്സിൻ്റെ പോർഷനും അറ്റാച്ച് ചെയ്യാം. ഒരു എൻഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോത്തിനെ ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് എത്രയാണോ നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടെ തിക്നെസ് വരേണ്ടത് അത്രയും വരുന്ന കണക്കിന് നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് കൊടുത്ത് 2 സൈഡും ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ആ ബോഡി പോർഷനിൽ അറ്റാച്ച് ചെയ്ത ആ ഭാഗത്ത് മാത്രമല്ല അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് അടുത്ത ബാക്ക് പോർഷനിലേക്കും സ്റ്റിച്ചിങ് വരിക. എന്നിട്ട് നമ്മൾ 2 എൻഡും കറക്റ്റ് ജോയിൻ ചെയ്യുന്ന പാർട്ടിൽ കറക്റ്റ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ഒരു റൗണ്ട് കൂടെ ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒരു സർക്കിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്ക് വരുന്നത്. ബാക്ക് പോർഷൻ്റെ യോക്കിൽ നിന്നും ഫ്രണ്ട് പോർഷനിലെ യോക്ക് ഞാൻ മുകളിലത്തെ പാർട്ട് ഒരു മടക്ക് കൂടെ കൊടുത്തു. ഫ്രണ്ട് പോർഷൻ കുറച്ചൊന്ന് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള 2 കളറിലുള്ള പട്ടിൻ്റെ ഫാബ്രിക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വിഷുവിന് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഫ്രോക്ക് നമുക്ക് തയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കുഞ്ഞൊരു ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ സാരി ഡിസൈൻ ചെയ്യുന്ന വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക.